ഫസ്മിന സാക്കിർ ഇന്നലെ അപ്ലോഡ് ചെയ്ത ലല്ലു പറഞ്ഞ പ്രഗ്നൻസിയുടെ സത്യാവസ്ഥ. ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ്, എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ കാണാൻ താല്പര്യമില്ലാത്തവർക്ക് ഇപ്പോഴേ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവാം. ബിക്കോസ് ഈ യൂണിവേഴ്സ് ഇഷ്ടപ്പെടുന്നവരുമുണ്ട്, ഇഷ്ടപ്പെടാത്തവരുമുണ്ട്. ഓക്കെ, ഒരു അപരാധ കുൽസിത യൂണിവേഴ്സ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി. ഇല്ലെങ്കിൽ റിയാലിറ്റിയിൽ നടക്കുന്ന യുദ്ധമടക്കമുള്ള വേറെ കുറേ കോണ്ടൻറ്റുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെതറി കിടക്കുന്നുണ്ട്, നിങ്ങൾക്കത് കയറി കാണാം. ഓക്കെ, ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും. വൈ? ബിക്കോസ് ഇന്നലെ ഈ ഒരു വീഡിയോ ഫസ്മിന അപ്ലോഡ് ചെയ്ത 1 മണിക്കൂറുള്ള വീഡിയോ കണ്ടു തീർത്തത് മുതൽ ഇന്ന് ഞാൻ ഫസ്മിനയോടക്കം ചോദിച്ച കുറേ ചോദ്യങ്ങളുണ്ട്. എനിക്ക് വേറെ കുറേ ആളുകളുടെ അടുത്ത് കുറച്ച് അഡ്വൈസുകളും അവരുടെ ഒരു പേഴ്സ്പെക്റ്റീവ് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ കുറച്ച് ഡീപ്പായിട്ട് ഈ വിഷയങ്ങൾ അറിഞ്ഞാൽ കൊള്ളാം എന്നുള്ള നിലയ്ക്ക് ഇന്നലെ മുതൽ തുടങ്ങിയ ഒരു പ്രിപ്പറേഷനാണ് ഈ ഒരു വീഡിയോയ്ക്ക്. ഇപ്പം അത് ഓൾമോസ്റ്റ് ഓക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു വീഡിയോനകത്ത് ഫസ്മിന പറഞ്ഞു തുടങ്ങുന്ന കാര്യങ്ങളിൽ എനിക്ക് ഭയങ്കര കോൺട്രഡിക്ടറി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനീഷ്യലി ആ വീഡിയോ കണ്ടപ്പോൾ തോന്നിയിരുന്നു. എവിടേക്കോ ക്ലാരിറ്റിയിൽ വിത്ത് പ്രൂഫ് വെച്ച് ഭയങ്കര ക്രെഡിബിളായിട്ട് സംസാരിക്കുന്ന ഫസ്മിന ഈ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്തപ്പോൾ കുറേ കാര്യങ്ങൾ മിസ് ചെയ്തു. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു 1-1.5 മണിക്കൂർ മുമ്പാണ് ഈവൻ ഫസ്മിനയ്ക്കാണെങ്കിൽ പോലും കുറച്ച് കാര്യങ്ങൾ ഞാൻ വഴി എനിക്ക് പറഞ്ഞു കൊടുക്കാനും കുറച്ച് കാര്യങ്ങൾ ഫസ്മിനയ്ക്ക് കിട്ടാനുള്ള ഒരു വകുപ്പുണ്ടായത്. അതെന്താ പറയുക, ഫസ്മിന ഭയങ്കര ഫ്രസ്ട്രേറ്റഡായി, ഭയങ്കര എന്താ പറയുക, കറക്റ്റ് ക്രെഡിബിളായിട്ടുള്ള പോയിൻറ്റുകളോ അല്ലെങ്കിൽ അതിൻ്റെ പിൻ പോയിൻറ്റ് പ്രൂഫുകളോ വെക്കാതെ എടുത്തു ചാടി ചെയ്തൊരു വീഡിയോ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. കാരണം പറയുന്ന കാര്യങ്ങളിലൊക്കെ ഭയങ്കര മിസ്മാച്ച് ഉണ്ടായിരുന്നു. പക്ഷേ എവിടേക്കോ എന്നാലും എൻ്റെ മനസ്സിനകത്ത് എന്നാലും അതങ്ങനെ ആവാൻ വഴിയില്ലല്ലോ എന്നുള്ള തോന്നൽ കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പിന്നാലെ പിടിച്ചിറങ്ങിയത്. ഞാൻ മാത്രമല്ല, ഇന്നലെ മുതൽ അനന്തു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അനന്തു ഞാനും കംപ്ലീറ്റ്ലി ഫോണിൽ വിളിച്ച് സംസാരിച്ച് നമ്മൾ കണക്ട് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ മാക്സിമം കളക്ട് ചെയ്യാൻ നോക്കിയത്. അപ്പോൾ ഇനി നമുക്ക് ഫസ്മിനയുടെ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഡയറിയുടെ കാര്യം പ്രതീക്ഷിച്ച് വരുന്നവർക്ക് ആ കുൽസിത പ്രവൃത്തിയിലോട്ട് നമുക്ക് പിന്നീട് കിടക്കാം. കുൽസിത പ്രവൃത്തിയല്ല നിങ്ങൾ അതിന് കാണുന്നത്. ഫസ്മിനയുടെ ജീവിതത്തിൽ ഇപ്പൊ എന്താണ് നടക്കുന്നത്? ഫസ്മിന ആളുടെ കൂടെ പോയി, ഫസ്മിന ലല്ലു ഉള്ളപ്പോ വേറെ ആളുടെ കൂടെ പോയ, ഫസ്മിന കഞ്ചാവാണ്, ഫസ്മിന കല്ലാണ്, ഫസ്മിന സ്കോറാണ്, ഫസ്മിന മറ്റതാണ്. ഡ്യൂഡ്, കേരളത്തിലെ ഗോൾഡിന്റെ വിലയേക്കാളും കൂടുതലാണ് ഇപ്പൊ ഫസ്മിനയുടെ ഡയറിയിൽ എന്താണ് നടക്കുന്നതെന്ന് കാണാൻ. അതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ അത്രയും ഇൻട്രസ്റ്റഡ് ആണ് കുൽസിതപരമായിട്ടുള്ള കാര്യങ്ങൾ. ഒരാളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ട്രാജഡി അത്രയും കുൽസിതപരമായിട്ട് കാണാൻ ഭയങ്കര ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ജനക്കൂട്ടമാണ് കേരള സമൂഹം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീഡിയോ തുടങ്ങുമ്പോൾ ഫസ്മിനയോട് ഞാൻ പറയുന്നു, വ്യൂവേഴ്സിന് ഒരുമാതിരി തരം താഴ്ന്ന് കണ്ടുകൊണ്ടുള്ള സംസാരം ഫസ്മിന ഒഴിവാക്കിയാൽ തന്നെ ഫസ്മിനയ്ക്ക് ഒരു പരിധി വരെ നെഗ് ഒഴിവായി കിട്ടും. അതായത് ഈ കുൽസിതം കാണാനാണോ, ഫസ്മിനയുടെ ഡയറിക്ക് എന്തെങ്കിലും അകത്തുണ്ടോയെന്ന് അറിയാനാണോ, അപരാധം കാണാനാണോ? അല്ല, ഇത്രയും കാലം ഫസ്മിന ഇതിനകത്ത് വന്നിരുന്നു ലല്ലുബീൻ്റെ പറഞ്ഞത് ലല്ലുബി മറ്റേ ഉംറയ്ക്ക് പോയ കഥയും ഹജ്ജിന് പോയ കഥയൊന്നുമില്ലല്ലോ. അപരാധിക്കാൻ പോയതും ഒപ്പം ജീവിച്ച സമയത്തും ബാക്കി പെണ്ണുങ്ങളടുത്ത് പോയിട്ട് കാണിച്ച കുൽസിതവും പ്ലക്ക് കഥയ്ക്കല്ലേ വിളിച്ചു പറഞ്ഞേ. അപ്പം അതിന് നാട്ടുകാർ ക്യൂരിയസ് ആവും. തിരിച്ച് ഇങ്ങോട്ട് കുറച്ച് ആരോപണം വരുമ്പോൾ അതിലും ഈ അപരാധവും പ്ലക്കും ലഹരി ആവുമ്പോൾ നാട്ടുകാർ ചോദ്യം ചെയ്യും. വ്യൂവേഴ്സിനോട് ഇങ്ങനെ പറഞ്ഞ് വ്യൂവേഴ്സിനെ പ്രൊവോക്ക് ചെയ്ത് അവരൊരുമാതിരി എന്താ പറയുക, ഒരു ഊശയാക്കി വിടുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക എന്ന് എനിക്ക് ഫസ്മിനയോട് ഒരു അഡ്വൈസ് ആയിട്ട് പറയാനുള്ളൂ. കാരണം അങ്ങനെ പറഞ്ഞു തുടങ്ങി നമ്മൾ കുറേ വീഡിയോസിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വളർത്തിയ വ്യൂവേഴ്സ് തന്നെ നമ്മളെടുത്തിട്ട് അടിക്കും. ഓക്കെ, ഈ നമ്മളെ ഭാഗത്ത് എത്ര ശരിയുണ്ടെങ്കിലും അവരത് ആക്സെപ്റ്റ് ചെയ്യില്ല. ഇവർക്ക് ഭാഗത്ത് കിട്ടട്ടെ, ഇപ്പോൾ ആരുടെ നമ്മളെ പറയുന്നുള്ള മൂഡിൽ അവർ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടല്ലോ, എഴുതി വെച്ച് ഇല്ലാതാക്കി കളയും. ആൻഡ് പിന്നെ പറയുന്നത് കാണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ട്. ബ്രോ, ഐ ലിവ്ഡ് വിത്ത് എ കാണ്ടാമൃഗം. സോ എനിക്ക് കാണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ട് ഉണ്ടാവും. ഇത് കാണുന്നവർ വിചാരിക്കും ഇവൾക്ക് എന്തൊരു അഹങ്കാരമാണ്, ഇവർക്ക് ഇത് തന്നെ വേണമെന്ന്. എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. ബിക്കോസ് ഐ ലിവ്ഡ് എ ലൈഫ് വേർ സ്വന്തം ഹസ്ബൻഡ് മീഡിയയുടെ മുന്നിൽ പോയിട്ട് അവളുടെ പ്രഗ്നൻസി എന്റെ അല്ലായിരുന്നു എന്ന് പറഞ്ഞ അത്രയും അതിൽ കൂടുതൽ അത് സഹിച്ചിട്ടുള്ള തൊലിക്കെട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈ കമന്റ്സ് ഇതാവുന്ന തൊലിക്കെട്ടുണ്ടോ? ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും പെൺപിള്ളേര്, ഓക്കെ, ഇഫ് യു ആർ മാരീഡ് ആൻഡ് യു ഹാവ് എ ചൈൽഡ് ആൻഡ് അറ്റ് വൺ പോയിന്റ് നിങ്ങളുടെ ഹസ്ബൻഡ് പറയുന്നത് എന്റെ കുട്ടിയല്ല,
ഇത് വേറെ ആരുടെയാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് താങ്ങാൻ പറ്റുന്ന ആലോചിച്ചാൽ മതി. അപ്പൊ അത്രയുള്ള ഒരു കാര്യം ഞാൻ താങ്ങിയിട്ടുണ്ടെങ്കിൽ ഐ ഫീൽ വെരി പ്രൗഡ് ഓഫ് മൈസെൽഫ് ഫോർ ലിവിംഗ് വിത്ത് ആൻ ആസോൾ. ഓക്കെ. അല്ല, ഈ ലല്ലുവിൻ്റെ കയ്യിൽ നിന്ന് ഫസ്മിനെ ഇതിലും കൂടുതൽ പ്രതീക്ഷിക്കേണ്ടതല്ലേ? കുട്ടിയല്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും പല പല കഥകൾ അവൻ എടുത്തിടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരുത്തൻ്റെ ഒപ്പം ജീവിക്കുമ്പോൾ നിങ്ങൾ ഇതൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. ആൻഡ് നിങ്ങൾ വന്നിട്ട് എക്സ്പോസ് ചെയ്തതും അവൻ്റെ ആ ഫേസാണ്. അപ്പോൾ ഇതിലൊന്നും കാര്യമില്ല. ഇതൊന്നും അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ നാട്ടുകാർക്ക് ക്യൂരിയോസിറ്റി തോന്നിയെങ്കിൽ, അല്ലെങ്കിൽ നാട്ടുകാർ ഈ ഒരു കോണ്ടന്റിൽ എൻഗേജ്ഡ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ അടക്കമുള്ളവർ ഇതൊക്കെ എടുത്തു വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ കുൽസിതത്തിന് ഇവിടെ ഒരു വ്യൂവർഷിപ്പ് ഉണ്ട്. റിയാലിറ്റി അതാണ്. ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് വിറ്റിട്ട് തന്നെ അരി വാങ്ങുന്നത്. ഓക്കെ, അതുതന്നെയാണ് കോണ്ടന്റ് എന്ന് പറയുന്നത്. ആ കോണ്ടന്റ് തന്നെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതിലൊരു കുൽസിതത്തിൽ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് പറയുന്നു. ഈ കുൽസിതം നമ്മളിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? നിങ്ങളെപ്പോലുള്ള ഒരു വീഡിയോ ഇടുന്നു, അയ്യോ എൻ്റെ വീട്ടിൽ കുൽസിതം നടന്നേ, എൻ്റെ ഇവൻ കുൽസിതത്തിന് പോയേ, നിങ്ങളിടുന്നതുകൊണ്ടും പറയുന്നതുകൊണ്ടും അല്ലേ. അല്ലാതെ ഇപ്പോൾ നമ്മളാരും മറ്റേ ഡ്രോൺ വിട്ട് പറത്തിയിട്ടോ സ്പൈ ക്യാമറ വെച്ചിട്ടോ അല്ലല്ലോ ഇത് ആ വീട്ടിലെന്ത് നടക്കുന്നു എന്നുള്ളത്. ഒളി ക്യാമറ വെച്ച് എടുത്ത് സ്പൈ വർക്ക് ചെയ്തിട്ട് പിന്നെ അത് പുറത്തിടുകയാണെന്നുണ്ടെങ്കിൽ ചെറ്റത്തരം എന്ന് പറയാം. നിങ്ങളായിട്ട് പുറത്തിടുന്ന സാധനങ്ങൾ നിങ്ങളായിട്ട് ക്യൂരിയോസിറ്റി കൂട്ടുകയാണ് ആളുകളുടെ ഇടയിൽ. ആൻഡ് യു സെൽ ഇറ്റ് ഫോർ മണി. ഓബിയസ്ലി അത് റീസെയിൽ ചെയ്യുന്നവരുണ്ടാവും, അതിൽ കമൻറ്റ് ചെയ്യുന്നുണ്ടാവും. ദിസ് ഓൾ വിൽ ഹാപ്പൻ. സോഷ്യൽ മീഡിയ ആണ്. സോ എക്സ്പെക്ട് എ ലോട്ട് വേസ്റ്റ് ഫേസ് ഓഫ് സോഷ്യൽ മീഡിയ. പിന്നെ ഇതുപോലുള്ളൊരു അപരാധീൻ്റെ കയ്യിൽ നിന്ന് കുട്ടി എൻ്റെതല്ല എന്നുള്ളത് അതിലും കുറഞ്ഞൊന്നും എക്സ്പെക്റ്റ് ചെയ്യാനില്ല. ഇനി അവൻ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാലേ ഉള്ളൂ എന്നുള്ളത്. ദാറ്റ്സ് എ റിയാലിറ്റി. ചോദിക്കാനുള്ളത് 2 വീക്സിൽ പ്രഗ്നന്റ് ആവില്ല എന്ന് പറഞ്ഞു. 2 വീക്സിൽ എന്തുകൊണ്ട് പ്രഗ്നന്റ് ആവത്തില്ല എനിക്ക് അറിയത്തില്ല. പിന്നെ ഇവന് ഇതിനെ പറ്റി അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ നിനക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. നിനക്ക് ഒരാളായിട്ട് സെക്ഷലി ഇന്റിമസി എങ്ങനെയാണെന്ന് അറിയത്തില്ലായിരിക്കുമല്ലോ. നിനക്ക് അതും നീ അറിഞ്ഞിട്ടുണ്ടാവില്ല. നിനക്ക് നിന്റെ സാമാനം എങ്ങനെയാ ഇതാക്കണ്ടേന്നും അറിയത്തില്ലായിരിക്കുമല്ലോ. ഒന്നും അറിയാത്ത ഒരു ഇല്ലില്ല കുട്ടി, ചുച്ചിട്ട് വാവാ. നിനക്ക് എനിക്കുണ്ടല്ലോ ഇവന്റെ ഈ പറച്ചില് കേൾക്കുമ്പോണ്ടല്ലോ നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല. ഇവന്റെ ഇന്റർവ്യൂ കാണുമ്പോൾ എനിക്ക് എന്താണ് എന്റെ ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്യുന്നതെന്ന്. സോ ഫസ്റ്റ് ഓഫ് ഓൾ 2 വീക്സിൽ പ്രഗ്നന്റ് ആവില്ല എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരം. അത് പോട്ടെ, ഞാൻ അതിലോട്ട് കിടക്കുന്നില്ല, ആ പച്ചക്കളത്തിലോട്ട് ഞാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ നടന്ന സംഭവം ഞാൻ പറയാം. നവംബർ 12-നാണ് ഞങ്ങൾ റിലേഷൻ ആയത്. നവംബർ 12-ന് റിലേഷൻ ആയി ഒരുമിച്ച് താമസിച്ചെന്ന് ഇവൻ ഇപ്പം ഈ ക്ലിപ്പിൽ സമ്മതിക്കുന്നുണ്ട്. ഇവൻ ഇത്ര നാൾ ഒരുമിച്ച് താമസിച്ചെന്ന് സമ്മതിച്ചിട്ടില്ലായിരുന്നു. നിന്റെ വായിൽ തന്നെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് കുട്ട. സോ ഒരുമിച്ച് താമസിച്ചു. നവംബർ 12 തൊട്ടിട്ട് നമ്മൾ ഒരുമിച്ചാണ്. നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി ആണ് നിക്കാഹ്. 3 മാസം നമ്മൾ ഒരുമിച്ചാണ് നിന്നിട്ടുള്ളത്. നവംബർ, ഡിസംബർ, ജാനുവരി 3 മാസം ഒരുമിച്ച് നിന്ന്. ജാനുവരി നമ്മള് കോഴിക്കോടാണ് ഇതിന് പോയത്, ന്യൂ ഇയർ ആഘോഷിക്കാൻ കോഴിക്കോട് പോയി. അപ്പൊ എനിക്ക് എന്തോ ഐ വാസ് നോട്ട് ഫീലിംഗ് ഗുഡ്. എനിക്ക് എന്തോ അവിടെ ഇവിടെ ഒരു മിസ്സിംഗ് അങ്ങനെ എനിക്ക് തോന്നി എന്തോ ഉണ്ടെന്ന്. ബിക്കോസ് വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കൂടാണ്ട് കഴിക്കുന്ന ഫുഡിനൊന്നും ഒരുമാതിരി എന്തോ ബോഡി മൊത്തത്തിൽ തളർച്ച. അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം, എന്തോ എനിക്ക് അങ്ങനെ തോന്നുന്നു പറഞ്ഞു. ജാനുവരി 1 നമ്മൾ കോഴിക്കോട് ബീച്ചിൽ പോയി ന്യൂ ഇയറും ഇതുമെല്ലാം ആഘോഷിച്ച് വടക്കം പൊട്ടിക്കുന്നൊക്കെ കണ്ട സന്തോഷത്തിൽ വന്നു കഴിഞ്ഞിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. റൂമിലെത്തിയിട്ട് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും പോസിറ്റീവ് ആയിരുന്നു. ഓക്കെ, പോസിറ്റീവ് ആയിരുന്നപ്പോഴത്തേക്കും ഹി വാസ് വെരി ഹാപ്പി. ഒന്നോ ഞാൻ വാപ്പ ആവാൻ പോകുന്നത്, ഞാൻ അതാവാൻ പോകുന്നത്, ഇതാവാൻ പോകുന്നത്, ഭയങ്കര മാനിപ്പുലേഷൻ. അപ്പം സത്യം പറഞ്ഞാൽ ഫ്രം മൈ സൈഡ് ഐ വാസ് സ്റ്റക്ക്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എനിക്ക് വീട്ടിൽ പറയണമെന്ന് അറിയത്തില്ല. ബിക്കോസ് നെക്സ്റ്റ് മന്ത് നിക്കാഹ് ഉറപ്പിച്ച് വെച്ചേക്കാണ്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ബിക്കോസ് ഫാമിലി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. എന്റെ സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്ക് ആണ്. കല്യാണത്തിന് മുന്നേ പ്രഗ്നന്റ് ആയി, ഞാൻ എവിടെയും ന്യായീകരിക്കുന്നില്ല. പക്ഷെ അങ്ങനെ പറ്റിപ്പോയി. എന്നിരുന്നാലും ഐ വാസ് ഓക്കെ. ബിക്കോസ് ആ ആളെ തന്നെയാണ് നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നത്. നിക്കാഹ് കഴിക്കുന്ന ആ ആളെ തന്നെയാണ്. ഇറ്റ്സ് ജസ്റ്റ് 1 month ഡിഫറൻസ്. ആ ആളെ തന്നെ നിക്കാഹ് കഴിച്ചെന്നു. ആ ആളുടെ തന്നെ കുട്ടിയാണല്ലോ. അപ്പൊ പിന്നെ അത് തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. സോ ഐ വാസ് ഓക്കെ. ഞാൻ അങ്ങനെ റിലാക്സ് ചെയ്തു. വീട്ടിൽ പറഞ്ഞ് എങ്ങനെയും സംസാരിച്ച് സമ്മതിപ്പിക്കാന്നൊക്കെ ഓർത്തു. ആൻഡ് ഹി വാസ് ലൈക്ക് നമുക്കിത് കളയണ്ട, നമുക്ക് ഇതാക്കണ്ട. ഞാൻ ആദ്യം അവനോട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ലല്ലു നീ ഓക്കെ ആണോ? ആൻഡ് ഹി വാസ് ലൈക്ക് ഞാൻ ഓക്കെ ആണ്, ഐ എം ഡബിൾ ഹാപ്പി എന്ന് പറഞ്ഞ് കണ്ണിനൊക്കെ വെള്ളം വരുന്ന പോലെ അഭിനയിച്ചു. അങ്ങനെ ഞങ്ങൾ കോഴിക്കോടുള്ള ഹോസ്പിറ്റൽ സെർച്ച് ചെയ്തു. സോ ആ ഹോസ്പിറ്റലിൽ ഫോട്ടോ എവിടെ കൊടുക്കാം. ഇതാണ് ആ ഹോസ്പിറ്റൽ, കൊക്കോരി. ഈ ഹോസ്പിറ്റൽ ആർക്ക് വേണമെങ്കിൽ വിളിച്ചു ചോദിക്കാം. ഞാൻ വിളിക്കുന്ന റെക്കോർഡ് എവിടെ എന്തായാലും വെക്കാം. സോ ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോഴത്തേക്കും നമ്മൾ ബുക്കിംഗ് എടുത്തു. അങ്ങനെ ഈ ഹോസ്പിറ്റലിൽ പോയി. ജാനുവരി തന്നെയാണ് ഹോസ്പിറ്റലിൽ പോയത്. റെക്കോർഡിംഗ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇതിനകത്ത് എന്താ അറിയോ, ഇവർ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഫസ്മിനെ സംസാരിച്ച്, ഞാൻ ഇപ്പോൾ ഫസ്മിനോട് പേഴ്സണലി സംസാരിച്ചപ്പോൾ ചോദിച്ച കാര്യമുണ്ട്. 3 ആഴ്ചത്തെ ഗർഭം അബോർട്ട് ചെയ്യുന്നു. അപ്പം അതെങ്ങനെ ചെയ്ത, പ്രൊസീജിയർ എന്താ, ഹോസ്പിറ്റലിൽ പോയപ്പോൾ എന്താണ് ഇനീഷ്യലി എന്താണ് ഡോക്ടർ നിങ്ങളോട് കൺസൾട്ട് ചെയ്തപ്പോൾ പറഞ്ഞത്? ഓക്കെ,
ആൻഡ് നിങ്ങൾ ഇനീഷ്യലി ചെന്ന സമയത്ത് അതിന് മുമ്പ് നിങ്ങൾ UPT ചെയ്തിട്ടുണ്ടോ, യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത സമയത്ത് നിങ്ങൾക്കത് ഓക്കെ. ഇപ്പോൾ നമ്മൾ പലരും ചെയ്ത് കണ്ടിട്ടുണ്ട്, ആ സാധനം എടുത്ത് കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, പല വ്ളോഗേഴ്സും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഗതി അത് ചിലർ എടുത്ത് വെക്കാറുണ്ട്. അങ്ങനത്തെ ഒരു ഐറ്റം കയ്യിലുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ കയ്യിലുണ്ടോ? അപ്പോൾ ഇത്രയും പ്രൂഫും സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുക, അതൊരു മൊമെൻ്റാണല്ലോ ലൈഫിൽ, അത് എടുത്ത് വയ്ക്കുന്നവരുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ലൈക്ക് നോ. പിന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ഓക്കെ, ഭാര്യയാണെങ്കിലും ഭർത്താവാണെന്നുണ്ടെങ്കിലും രണ്ടുപേര് കയറി ചെല്ലുന്നു, അവർക്കൊരു കുട്ടിയെ വേണ്ടാന്ന് പറയുന്നു. ഫസ്റ്റ് അവരതിൻ്റെ വളർച്ച അസസ് ചെയ്യും, ഇത്ര വളർച്ച ഉണ്ട് ആ ഭ്രൂണത്തിന് എന്നുള്ളത് അസസ് ചെയ്ത്, അത് അസസ് ചെയ്യാനുള്ള രീതികൾ ഒരുപാടുണ്ട്. അങ്ങനെ കുറച്ചധികം കാര്യങ്ങളിൽ എനിക്ക് പേഴ്സണലി ക്ലാരിറ്റി കിട്ടേണ്ടിയിരുന്നു. വൈ? ബിക്കോസ് ഇവർ ഈ പറഞ്ഞ ഇവരുടെ റിലേഷൻ തുടങ്ങുന്ന ഡേറ്റും ഇവർ പ്രഗ്നൻ്റ് ആവുന്ന ഒരു സമയവും ആൻഡ് ആ ഒരു ഭ്രൂണത്തിൻ്റെ വളർച്ചയും അതിൻ്റെ അബോട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വളർച്ച, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഭയങ്കര മിസ്സിങ് പോലെ, എവിടേക്കോ എന്തൊക്കെയോ മിസ്സിങ്. മനസ്സിലായോ? അത് നിങ്ങൾ ആ ഒരു കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കണ്ടു കാണും ഫസ്മിനയുടെ വീഡിയോയുടെ. അപ്പോൾ അത് വളരെ ക്യൂരിയസ് ആയതുകൊണ്ടാണ് ഞാൻ അറ്റ് ലാസ്റ്റ് ഫസ്മിനയോട് തന്നെ പോയി ചോദിക്കുന്നത്, ഫസ്മിന, ദർ ഈസ് സംതിങ് മിസ്സിങ് ഇൻ ദിസ് വീഡിയോ. ഒന്നില്ലെങ്കിൽ ഇത് 3 ആഴ്ചത്തെ ഗർഭമല്ല, ഇറ്റ് വിൽ ബി ലൈക്ക് 5 വീക്സ് ആയി കാണും. ഓക്കെ, അപ്പോൾ അവിടെ എന്തോ ഒരു പ്രശ്നമില്ലേ എന്നൊക്കെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു തുടങ്ങി. അപ്പോൾ കുറച്ചും കൂടിയും ഫസ്മിന ഓപ്പണപ്പായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നോട്. അങ്ങനെ എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഫസ്മിനയുടെ ഭാഗത്തുനിന്ന് കിട്ടി. ഫസ്മിനയുടെ ഭാഗത്തുനിന്ന് കിട്ടിയപ്പോഴാണ് ഫസ്മിന പറഞ്ഞ കുറച്ച് കാര്യങ്ങളുടെ മിസ്റ്റേക്കും, പിന്നെ ഇതിനകത്ത് പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ദർ ഈസ് വൺ മോർ ക്യാരക്ടർ. അപ്പോൾ അതും കൂടി ഞാൻ പറയാം. പക്ഷെ അതിന് മുന്നേ ഞാൻ ഫസ്മിനയുടെ ഒരു വീഡിയോ കൂടി പ്ലേ ചെയ്യണം. ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തപ്പോഴത്തേക്കും 3 വീക്സ് പ്രഗ്നന്റ്. ഓക്കെ, 3 വീക്സ്. ജാനുവരി 1 പ്രഗ്നന്റ് ആയിട്ട് ജാനുവരി 6 സംതിങ് ആണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. 3 വീക്സ് ആയിട്ടുള്ളൂ. 3 വീക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഡിസംബറിൽ നിന്റെ കുട്ടി അല്ലാണ്ട് പിന്നെ നിന്റെ ഉപ്പുപ്പാടെ കുട്ടി വരുവോടെ എന്റെ വയറ്റില്? നിന്റെ വേറെ ആരുടെയും കുട്ടി എനിക്ക് വരുമോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഡിസംബറിൽ പിന്നെ ആരുടെ കുട്ടിയാണ്? 3 വീക്സ് പിന്നെ ആരുടെ കുട്ടിയെ വരിക? നവംബർ തൊട്ട് ജാനുവരി വരെ നമ്മൾ റിലേഷനിലല്ലേ? റിലേഷനിൽ അല്ലാണ്ടൊന്നും അല്ലല്ലോ നമുക്ക് കുട്ടി ഉണ്ടാവും. ഇനി റിലേഷൻ അല്ല, ഇവൻ പറഞ്ഞു നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു. ഈ ഹോസ്പിറ്റലിൽ ആർക്ക് വേണേ വിളിച്ച് ചോദിക്കാം, ഫസ്മിന മുഹമ്മദ് സെബിൽ വന്നിട്ടുണ്ടോന്ന്. നമ്മൾ 2 പേരും പോയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 2 പേരും ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. ആർക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ നിന്ന് എടുത്ത് നമ്പർ എടുത്ത് വിളിച്ച് ചോദിച്ചു നോക്കാം. കൊക്കോരി ഹോസ്പിറ്റൽ, കോഴിക്കോട്. ഇത് പുറത്ത് വരണമെന്ന് പുറത്ത് വരുമെന്ന് ഇത് പറയണമെന്നോ വിചാരിച്ചു കഴിഞ്ഞാൽ ബട്ട് ഐ ഹാഡ് നോ ഓപ്ഷൻ. ഓക്കെ, അഗെയിൻ ഞാൻ പറഞ്ഞല്ലോ, ഈ 3 വീക്സ് പ്രഗ്നൻസി, 3 വീക്കാണ് ആ പ്രഗ്നൻസി അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ടത്. നവംബർ ഒരു ഡേറ്റിൽ 12 തുടങ്ങി, ഫെബ്രുവരി അവസാനം അവരുടെ എൻഗേജ്മെൻറ്റ് നടക്കുന്നു. അതിന് മുമ്പ് ആ ഒരു 3 മാസത്തെ പീരീഡ്. ഇതൊക്കെ പറയുന്ന സമയത്ത് അട്ടർലി നമ്മൾ ഭയങ്കരമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈവൻ മെഡിക്കൽ ഫീൽഡിലുള്ളവർ വരെ ദിവ്യഗർഭമാണോ എന്ന് വരെ ചിന്തിക്കുന്ന ഒരു ഐറ്റത്തിലേക്ക് ഈ സംഗതി പോയി. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്മിനോട് പോയി ചോദിച്ചു, ഫസ്മിന, നിങ്ങൾ ഇപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് തോന്നി നിങ്ങൾക്ക് എന്തോ ഒരു പ്രഗ്നൻ്റ് ആയി എന്നുള്ളൊരു ഫീല് തോന്നിയപ്പോൾ നിങ്ങൾ പോയിട്ട് ഇത് കൊണ്ടുചെന്ന് കാണിച്ചു. ക്ലിനിക്കിൽ കാണിച്ച സമയത്ത് നിങ്ങൾക്ക് അവിടുന്ന് ക്ലിനിക്കിൽ നിന്ന് ഒറ്റയടിക്ക് സ്കാനിങ് പറഞ്ഞതാണോ, അതോ ബീറ്റ HCG എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെസ്റ്റ് ഉണ്ട്. ഈ ബീറ്റ HCG ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അതിൽ HCG ലെവൽസ് വെച്ചിട്ട് എത്ര വീക്കായി, ഗർഭിണിയായി ഇപ്പോൾ എത്ര വീക്കായി എന്നുള്ളത് ആ കൗണ്ട് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചോദിച്ചു, HCG ടെസ്റ്റിൻ്റെ റിസൾട്ടോ കാര്യങ്ങളോ ഉണ്ടോ? HCG റിസൾട്ടിനെ കുറിച്ചിട്ടൊന്നും ഫസ്മിനയ്ക്ക് വലിയ ഐഡിയ ഇല്ല. ഓക്കെ, ഫസ്മിനയ്ക്ക് അതിൻ്റെ പ്രൂഫോ കാര്യങ്ങളൊന്നും ഫസ്മിനേൻ്റെ കയ്യിലില്ല. HCG ടെസ്റ്റ് ചെയ്തോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും ഒരു അറിവുമില്ല. ഓക്കെ, എങ്കിൽ ഞാനതവിടെ ഡ്രോപ്പ് ചെയ്തു. HCG ടെസ്റ്റ്, കാരണം ഒരാളോട് ഞാനൊന്ന് ആലോചിച്ചു, ഒരു ലേഡീനോട് പോയിട്ട് ഇങ്ങനെ ഈ ഗർഭക്കഥയും ചോദിച്ചിരിക്കാൻ പറ്റുള്ളൂ. വീഡിയോ ഇട്ടു. ഓക്കെ, എനിക്ക് അറിയുന്നൊരു ആളായതുകൊണ്ടും എനിക്ക് ആക്സസ് ഉള്ളത് കൊണ്ടും, എന്നാലും എനിക്കൊരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ ഞാൻ പോയി ചോദിക്കുന്നതിൽ. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇപ്പോൾ സ്കാനിനെ കുറിച്ചൊക്കെ ഇതിനകത്ത് ഇനി വരുന്ന വോയിസിൽ സ്കാനിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് സ്കാൻ ചെയ്തോ, എന്താണ് ഉണ്ടായത്? അപ്പോൾ പറഞ്ഞു TVS ആണ്. ഓക്കെ, ട്രാൻസ്വജൈനൽ അൾട്രാസൗണ്ട് ആണ് ചെയ്തതെന്ന് പറയുന്നു. അപ്പോഴും ഐ വാസ് ലൈക്ക്,
ഓക്കെ ഞാനിങ്ങനെ പിന്നെ നമുക്കറിയാവുന്ന കുറച്ച് പേരോടൊക്കെ പേഴ്സണലി അങ്ങനെ സംസാരിച്ച് നോക്കി ഇതെങ്ങനെ നടക്കും, ഇനിയിപ്പോൾ ഇതിലൊരു പ്രൊസീജിയർ നടക്കുകയാണെങ്കിൽ അത് പില്ല് ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു പ്രൊസീജിയറാണോ അതോ DNC നടക്കുമോ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളിൽ ഇതൊന്നും ഇപ്പോൾ എനിക്ക് ഫസ്മിനോട് നേരിട്ട് ആ ടൈമിൽ ചോദിക്കാൻ തോന്നിയില്ല. പക്ഷെ ഞാനിങ്ങനെ ഫ്രണ്ട്സുമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു ലേറ്റ് നൈറ്റ് കുറച്ചായ സമയത്ത് ഞാൻ ചോദിച്ചു, ഫസ്മിന കൃത്യമായിട്ട് പറയണം, കാരണം ആ ഹോസ്പിറ്റലിലേക്ക് ഞാൻ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതിനകത്ത് വാട്സാപ്പിൻ്റെ നമ്പർ മാത്രമേ കാണിക്കുന്നുള്ളൂ, അതിലേക്ക് കോൾ ആക്സസ് ഇല്ല. അപ്പോൾ ഞാൻ കോൾ ചെയ്തിട്ടില്ല. ഞാൻ ഫസ്മിനെ വെച്ച ആ ഒരു കോൾ റെക്കോർഡ് മാത്രമേ ഞാനും കേട്ടാൽ നിങ്ങളും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് നേരിട്ട് അങ്ങോട്ടൊരു ആക്സസ് ഇല്ലാത്തതുകൊണ്ട് നമുക്കവിടെ വിളിച്ച് ചോദിക്കാൻ പറ്റുന്നില്ല. നിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് ആണ് ഈ ബാക്കിയുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു ഡയറക്റ്റായിട്ട് തന്നെ കുറച്ചധികം കാര്യങ്ങൾ ഫസ്മിനോട് ചോദിച്ചു. ഐ എം വെരി സോറി ടു ആസ്ക്, ബിക്കോസ് ലേഡീൻ്റെ അടുത്ത് പോയിട്ട് അവരുടെ പ്രഗ്നൻസീൻ്റെ സാധനങ്ങളൊക്കെ ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോണ്ടൻറ്റിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഇറ്റ്സ് എ റബ്ബിഷ് തിങ്. ബട്ട് സ്റ്റിൽ ഞാൻ ആദ്യമേ പറഞ്ഞിട്ട് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ പറയണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഓക്കെ കുഴപ്പമില്ല ചോദിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു. അപ്പോൾ കിട്ടിയ കുറച്ച് കാര്യങ്ങളും കൂടി ഇനി നിങ്ങളിലേക്ക് പറയാണ്ട്. ദോസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. ഒരു വീഡിയോ കൂടി പ്ലേ ചെയ്തിട്ട് അതും കൂടി പറയാം. അതുകൊണ്ടാണ് പിന്നെ അസ്മിനയുടെ സംഭവം ജാനുവരി 6 കഴിഞ്ഞിട്ട് ജാനുവരി 8 എന്താണ് അസ്മിനയുടെ സംഭവം ഞാനിനി പറയാം. അസ്മിനയുടെ ഒരു കേസ് ഉണ്ടായിരുന്നു. കേസിന്റെ ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും. കേസ് നടക്കുന്നത് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന റൂമിൽ റെന്റിന് പ്രശ്നം ഉണ്ടായിരുന്നു. റെന്റിന് പ്രശ്നം വന്നപ്പോഴേക്കും ഞങ്ങൾ തമ്മിലൊരു വാക്ക് തർക്കം വന്നു. ഞാനും അസ്മിനയും തമ്മിൽ. ഓക്കെ, ഞാനും അസ്മിനയും ഹണിയും ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിലൊരു വാക്ക് തർക്കം വന്നപ്പോഴത്തേക്കും ഞാനും അസ്മിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടായിക്കൊണ്ടിരിക്കുക. അപ്പം ഇവൾ എന്നെ എന്തോ പറഞ്ഞ ഇതിലാണ് ലല്ലു പോയിട്ട് അവളെ തല്ലുന്നത്. എന്നെ എന്തോ പറഞ്ഞു, ഇങ്ങനെ പോയി തല്ലിന്നാണ് എന്നെ കൺവിൻസ് ചെയ്തത്. ഞാൻ കണ്ടു ലല്ലു അവളെ തല്ലുന്നത് ഞാൻ കണ്ടു. ഓക്കെ, ലല്ലു അവളെ തല്ലിയിട്ട് ഫസ്റ്റ് മോത്തിന്റെ അടിച്ചു. അവളുടെ മോത്തിന്റെ അടിച്ചിട്ട് അവളെ നേരെ പിടിച്ച് റൂമിലോട്ട് കയറ്റി ലോക്ക് ചെയ്തു. ഞാൻ അപ്പോൾ പുറത്തുനിന്ന് തട്ടുന്നുണ്ട്, ലല്ലു ഒന്നും ചെയ്യരുത് കേസാവും, നിനക്ക് അറിയാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇവന്റെ ഒറ്റ പൊതിക്ക് പൊട്ടൻ എന്തെങ്കിലും ചെയ്ത് കൂട്ടിയാല് ഞാൻ ഡോറ് തട്ടിയിട്ട് ഇവനൊരു മേ ബി ഒരു 40 സെക്കൻഡ്സ് ആയിരിക്കും, എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല, ഒരു 40 സെക്കൻഡ് കഴിഞ്ഞ് ഇവൾ ഡോറ് തുറന്ന് വന്നു. ആൻഡ് അവൾ ഒരുമാതിരി ഇരുന്ന് കരച്ചിലായിരുന്നു. ബട്ട് എനിക്ക് എന്ത് ചെയ്യണം എന്ന് പറയാം. ഐ വാസ് ലൈക്ക് നമ്പ്. ഓക്കെ, എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞു, ഞാനിത് കേസാക്കും ഫസി, നീ നോക്കിയോ, ഞാൻ ഇവനെ ജീവിക്കാൻ അനുവദിക്കത്തില്ല, ഇവൻ ചെയ്ത് കൂട്ടി, ഇവൻ അത്ര തന്നെ ചെയ്തെന്ന് പറഞ്ഞ് മേത്ത പാട് എനിക്ക് കാണിച്ചു തന്നു. അപ്പോഴും ഐ സ്റ്റുഡ് ബൈ ഹിം. ഞാൻ എന്റെ ഫ്രണ്ടിനെ വരെ ഇട്ടിട്ട് ഞാൻ ഈ കൂടെ ഞാൻ നിന്നു കൊടുത്തു. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതിനുള്ള കർമ്മയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇതൊക്കെ അതിനുള്ള എനിക്ക് കിട്ടിയത്. ബിക്കോസ് അത്രയും വീഡിയോസ് എനിക്ക് തോന്നുന്നു സാത്താനിട്ടു, സീക്രട്ടൈസിനിട്ടു, ഹെലിനിട്ടു, എല്ലാവരും ഇങ്ങനെ വീഡിയോസ് ഇട്ടപ്പോൾ ഞാൻ ഇവന്റെ കൂടെ ഇവനെ സപ്പോർട്ട് ചെയ്ത് നിന്ന ഒരാളാണ്. എന്റെ ബോയ് ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവനെ അത്രയും സപ്പോർട്ട് ചെയ്ത് ഞാൻ കൂടെ നിന്നു. ഐ ഷുഡന്റ് ഹാവ് ഡൺ ദാറ്റ്. ഞാൻ എന്നിട്ട് ഇവന് തല്ലിന്ന് അറിഞ്ഞിട്ടും ഇവൻ എന്നെ കൺവിൻസ് ചെയ്തു. നിന്നെ പറഞ്ഞുകൊണ്ട് എനിക്ക് കൊണ്ടിട്ട് ഞാൻ തല്ലിയാന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മള് കേസിന് പോകുന്നത്. കേസിന് പോയി ഐ വാസ് പ്രഗ്നന്റ് ആ ടൈം. ഓക്കെ, കേസ് ആവുന്നത് ജാനുവരി 8 അതും കേസ് ആയത് എങ്ങനെയാന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് സ്റ്റേഷനിൽ ജസ്റ്റ് വന്നാൽ മതി മൊഴി എടുക്കാനാന്ന് പറഞ്ഞ് വിളിച്ചു. പക്ഷെ അവിടെ പോയപ്പോഴത്തേക്ക് ഓൾറെഡി FIR ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ അറസ്റ്റ് എന്ന് വെച്ചാൽ ലോക്കപ്പിൽ അവൻ കിടന്നു. ഒരു ദിവസം അവൻ ലോക്കപ്പിൽ കിടന്നു. 7-ാം തീയതി അവൻ ലോക്കപ്പിൽ എന്തോ കിടന്നു. ഓക്കെ, കറക്റ്റ് ഡേറ്റ് എനിക്കറിയത്തില്ല. ലോക്കപ്പിൽ കിടന്നിട്ട് ഞാൻ അന്ന് രാത്രി സ്റ്റേഷനിൽ തൃക്കാക്കര സ്റ്റേഷനിൽ ഇവന് ഫുഡ് കൊടുക്കാൻ പോയപ്പോഴത്തേക്കും ലോക്കപ്പിന്റെ അവിടെ ജസ്റ്റ് വെക്കാൻ പോയപ്പോഴത്തേക്കും ഇവൻ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അസ്മിനെ വിളിച്ച് കേസ് എങ്ങനെയല്ലോ ഒന്ന് പിൻവലിക്കാൻ പറഞ്ഞു. നീ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യമെങ്കിലും അവളോട് പറയാം, കുറച്ചെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ കേസ് പിൻവലിക്കുന്നത്. ആൻഡ് ഐ ഡിഡ് ആസ് ഹി ടോൾഡ്. ഞാൻ അവളെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. ആ വോയിസ് ആണ് നിങ്ങളൊക്കെ ലീക്ക് ആയെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്ന വോയിസ്. ഓക്കെ, സോ ഈ വോയിസ് ഇവൻ പറയുന്നുണ്ടല്ലോ ഞാൻ വീഡിയോ ചെയ്തത്. ഞാൻ ഒരിക്കലും ഈ കാര്യം പുറത്ത് വരണം എന്ന് ആഗ്രഹിച്ച കാര്യമല്ല. ഇപ്പൊ പോലും ഇത്രയും വീഡിയോസ് ഇട്ടിട്ട് ഞാൻ ഈ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എവിടെയും. സോ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ഞാനിത് ലീക്ക് ആക്കണം എന്ന് വിചാരിച്ചല്ല, ഞാനിത് പറയണമെന്നോ വിചാരിച്ച ടോപ്പിക് അല്ല. പക്ഷെ ഇവൻ ഇന്റർവ്യൂവിൽ പറഞ്ഞുകൊണ്ട് മാത്രമാണ്. അസ്മിനയുടെ കേസിലും ഞാൻ അസ്മിനെ വിളിച്ച് സംസാരിച്ച കാര്യം പുറത്ത് അസ്മിനയുടെ സൈഡിൽ നിന്ന് എന്നോടുള്ള ദേഷ്യത്തിന് ലീക്കായ കാര്യമാണ്. അല്ലാണ്ട് ഞാൻ ഒരിക്കലും പ്രഗ്നൻസി ലീക്കാക്കാൻ വെച്ചത്. ഫസ്മിന ഇവിടെ ഈ പറഞ്ഞ കാര്യം ഓക്കെയാണ്. കാരണം ഫസ്മിനായിട്ട് എവിടെയും വന്നിട്ട് പ്രഗ്നൻസിന്റെ കാര്യങ്ങളൊന്നും റിവീൽ ചെയ്തിട്ടോ പറഞ്ഞിട്ടോ ഇല്ല, ലീക്കാക്കിയിട്ടോ ഇല്ല. ആ ഒരു ഇഷ്യൂവിന്റെ സമയത്ത് ആ മറ്റേ ലേഡിയുടെ ഉമ്മാനെ വിളിച്ച സമയത്താണ് ഈ പ്രഗ്നന്റ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലും കാര്യങ്ങളൊക്കെ ആ ഓഡിയോ ലീക്കായത്. അത് അവരെ സൈഡിൽ നിന്ന് അവർ ലീക്കാക്കി വിട്ടൊരു ഐറ്റമാണ്. അതിനകത്ത് അന്ന് എല്ലാവരും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്മിന വാസ് ലൈക്ക് ക്വയറ്റ്, ഒന്നും മിണ്ടിയിട്ടില്ല ആ കാര്യത്തിൽ. ഓക്കെ, അപ്പോൾ ആ സംഭവം ഉണ്ടാവാനുള്ള ഒരു സിറ്റുവേഷനൊക്കെ ഇപ്പോൾ ഫസ്മിനെ പറഞ്ഞല്ലോ, ഈ ലല്ലൂബിയുടെ
വീരശൂരപരാക്രമങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, ഇനി ബാക്കി വീഡിയോ പ്ലേ ചെയ്യുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യം പറയാം. ഞാൻ ഫസ്മിനേൻ്റെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞു. എഗെയിൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ സംശയങ്ങളൊക്കെ ഉള്ളതൊക്കെ ഞാൻ ചോദിച്ചു. ഓൾമോസ്റ്റ് നിങ്ങൾക്കൊക്കെ ഉള്ള സംശയങ്ങളായിരിക്കും. ഈ 3 ആഴ്ചയുടെ ഗർഭം എങ്ങനെ, നിങ്ങൾ പരിചയപ്പെട്ടത് നവംബറിലാണ്, ബൈ ദ എൻഡ് ഓഫ് ഡിസംബർ ഗർഭിണിയാണെന്ന് മനസ്സിലാവുന്നു, ജാനുവരി തുടക്കത്തിൽ തന്നെ കൊണ്ടുപോകുന്നു, നിങ്ങൾ സ്കാൻ ചെയ്യുന്നു, പിന്നെ അത് അബോർഷനിലേക്ക് പോകുന്നു. അപ്പോൾ ഒരുപാട് സംശയങ്ങൾ ഓബിയസ്ലി വരും. ഇത് എങ്ങനെയാണ് ഈ പ്രൊസീജിയർ, എന്ത് പ്രൊസീജിയറാണ് നടന്നത്, അങ്ങനെ ഇങ്ങനെ. ഇത് 3 ആഴ്ച, ഈ 3 ആഴ്ച എന്ന് പറഞ്ഞത് ലിറ്ററലി ഞാൻ പറഞ്ഞല്ലോ, അതൊരു ദിവ്യഗർഭം അബോട്ട് ചെയ്ത പോലത്തെ ഒരു അവസ്ഥയായിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തതും. ചിലപ്പോൾ നിങ്ങളുടെ പലർക്കും ഇപ്പോൾ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ കുറച്ചുകൂടി അത് കണക്റ്റ് ആവുമായിരിക്കും, അല്ലെങ്കിൽ അമ്മമാർക്കൊക്കെ കണക്റ്റ് ആവുക. നമ്മളെ സ്ത്രീകൾക്കും അമ്മമാർക്കൊക്കെ കണക്റ്റ് ആവും. ആൺകുട്ടികൾക്ക് കണക്റ്റ് ആവാൻ പാട്. എനിക്ക് ആ ഒരു കണക്ഷൻ കിട്ടാൻ കുറച്ച് സമയം എടുത്തിരുന്നു. അപ്പോൾ എഗെയിൻ ഞാൻ അനന്തുമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, അനന്തു, എനിക്ക് ഈ തൊപ്പി ഫസ്മിന സീന് മുതൽ അറിയാം. ഞാൻ അങ്ങനെ പറഞ്ഞു, തൊപ്പി ഫസ്മിന സീന് അത് കഴിഞ്ഞിട്ട് ഫസ്മിനേൻ്റെ കുറച്ചൊരു ടൈം, അത് ഫസ്മിന പറഞ്ഞില്ലെങ്കിലും ഫ്രം സം അതർ പേഴ്സൺസ് എനിക്കത് അറിയുന്ന കാര്യമാണ്. ആൻഡ് ഫസ്മിനയായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന വേറൊരു ഫ്രണ്ട് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ അവനോട് സംസാരിക്കാറുണ്ടായിരുന്നു. കാരണം അതിനിടയിലൊക്കെ ഫസ്മിനേൻ്റെ കുറേ കോണ്ടൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു തൊപ്പി റിലേറ്റഡ് ആയിട്ട് തന്നെ. അപ്പോൾ ഞാനിങ്ങനെ അതൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു നമ്മൾ ആ ടൈമിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ലല്ലൂബി കയറി വരുന്നു. അതിനിടയിൽ ഫസ്മിന പിന്നെ എന്നോട് വന്ന് പേഴ്സണലി സംസാരിക്കാൻ തുടങ്ങി, യൂട്യൂബിൻ്റെ കാര്യങ്ങളും അതും ഇതൊക്കെ. പിന്നെ ഫസ്മിനായിട്ട് ഡയറക്റ്റ് സംസാരം തുടങ്ങി. പിന്നെ ഇവരുടെ ഇഷ്യൂസും സാധനങ്ങളൊക്കെ ഉണ്ടാകുന്നു. ലല്ലൂബി എന്നോട് പേഴ്സണലി വിളിച്ച് സംസാരിക്കുന്നു, അതിന് മുന്നേ ഫസ്മിന സംസാരിക്കുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ ഒരു ഫ്ലോ എനിക്കറിയാം. പിന്നെ ഈ ലല്ലൂബിയുടെ ക്ലോസ് റിലേറ്റീവ് എന്നോട് സംസാരിക്കുന്നു. ഞാൻ അനന്തുവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അനന്തു മോസ്റ്റ് പ്രോബബ്ലി ഒന്നില്ലെങ്കിൽ ഫസ്മിനിക്ക് തെറ്റി, 3 ആഴ്ചയല്ല ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ആ നവംബർ മുതൽ നിങ്ങൾ ജാനുവരി 1 or 2 ഇവർ സ്കാൻ ചെയ്ത ടൈമിൻ്റെ അടുത്ത് നോക്ക്, ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്, ഒരു 5 ആഴ്ച ആവാനായിട്ടുണ്ട്, 5 വീക്സ് ആവാനായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 3 ആവില്ല, 5 വീക്സിൻ്റെ പ്രഗ്നൻസി ആയിരിക്കും. മേ ബി ഇവർക്ക് എവിടെയോ ഒന്ന് ട്വിസ്റ്റ് ആയതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, എൻ്റെ അറിവിൽ ഈ പറഞ്ഞ ലല്ലൂബി ഈ കല്യാണത്തിനോ ഇവളിലോ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഇവൻ കല്യാണത്തിന് വേണ്ടി സ്വന്തം വീട്ടിൽ അത്രയും പ്രഷർ ചെയ്ത് പുഷ് ചെയ്ത് കല്യാണം കഴിക്കേണ്ട ഒരു അവസ്ഥയിൽ പോകണമെന്നുണ്ടെങ്കിൽ, അതും ഗർഭിണിയായി അല്ലെങ്കിൽ ഇത് വേറെ അടുത്തൻ്റെ ഗർഭമെന്നൊക്കെ വിചാരിക്കുമ്പോൾ അങ്ങനെ ഒരാണ് പോയിട്ട് അപ്പുറത്ത് പുഷ് ചെയ്യും, അത്ര പൊട്ടനായിരിക്കുമോ? അപ്പം ഞാൻ അനന്തുവിനോടും പറഞ്ഞു, എടാ ഇതിനകത്ത് വിഷയം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇപ്പോൾ സ്വന്തം ഗർഭം അല്ലെങ്കിൽ അത് ഏറ്റെടുക്കില്ല ഒരാണ്, ഭയങ്കര പാടാണ്. ഓക്കെ, ഇവൻ പറയുന്നത് പല സാഹചര്യത്തിലും ഇൻ്റർവ്യൂവിൽ ഇവളിൽ താല്പര്യമുണ്ടായിരുന്നില്ല, ലഹരിയുടെ ബോധത്തിൻ്റെ മുകളിലാണ് ഇവൻ പോയിട്ട് മറ്റേ പരിപാടി നടന്നത്, ഒറ്റവട്ടേ നടന്നുള്ളൂ. അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ അതിനുശേഷം ഇവൻ പറഞ്ഞു ഇവന് താല്പര്യമില്ലാതെ കല്യാണം കഴിച്ച, ഇവനെ ഭീഷണിപ്പെടുത്തി കല്യാണം കഴിപ്പിച്ചതാണ്. അങ്ങനെ ഭീഷണിയുടെ മുകളിൽ, ഗർഭഭീഷണിയുടെ മുകളിൽ കയറി കല്യാണം കഴിക്കുക, അത് വേറൊരാളെ ഗർഭം തലയിലെടുത്ത് വെക്കുക, എന്നിട്ട് അത് അബോട്ട് ചെയ്തിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് പോവുക, അങ്ങനെ ഒന്നും നടക്കാൻ ഭയങ്കര പാടുള്ള പണിയാണ്. അപ്പോൾ എവിടെയോ വാട്ട് ഐ ഫെൽറ്റ് ഇത് ഇവൻ്റെ കുട്ടി തന്നെ ആയിരിക്കാം. നമുക്കിപ്പോഴും കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ DNA ടെസ്റ്റിനുള്ള വകുപ്പും ഇനി ഇതിനകത്തില്ല, ഫൈൻ. പക്ഷേ ഇവർ പറയുന്ന ടൈം ഫ്രെയിമും ഇവർ പറയുന്ന ടൈം ലൈനൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത്, ഇപ്പോൾ ഫസ്മിന പറഞ്ഞ ഈ ഒരു വേർഷനും ലല്ലൂബിയുടെ വീട്ടിൽ ഇവൻ പുഷ് ചെയ്ത് കല്യാണം കഴിപ്പിക്കാനെടുത്തൊരു എഫേർട്ടും, ആ ടൈമിൽ ഇവരുടെ ഫ്രണ്ട്സ്, കോമൺ ആയിട്ടുള്ള ഫ്രണ്ട്സ്, ഇവർ പോയി വന്ന സമയത്ത് ഇവരൊപ്പം ഉണ്ടായിരുന്ന കുറച്ച് ഫ്രണ്ട്സിനായിട്ട് ഞാനിപ്പോൾ സംസാരിച്ച സമയത്തൊക്കെ ഐ വാസ് ലൈക്ക് കൺഫേംഡ്, ലൈക്ക് ഇവൻ അന്ന് ഇതിനൊന്നും ഡിനൈ ചെയ്തിട്ടില്ല, ഇവൻ്റെ കുട്ടിയല്ലാന്നോ അങ്ങനെ ഒന്നും ഇവൻ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഹി വാസ് ക്വൈറ്റ് ഹാപ്പി. ഇനി ഞാൻ വരുന്നത്, ഫസ്മിനെ മിസ്സാക്കിയ വേറൊരു വ്യക്തി ഇതിനകത്തുണ്ട്. ഓക്കെ, ആ വ്യക്തിയുടെ പേരോ ഡീറ്റെയിൽസോ ഒന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. ആ വ്യക്തി എൻ്റെ ഫ്രണ്ടാണ്, ഫസ്മിനയുടെയും ഫ്രണ്ടാണ്. എനിക്ക് ഈ വ്യക്തിയെ കുറച്ച് കാലമായിട്ട് അറിയാം, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഈ വിഷയങ്ങൾ സംസാരിക്കാൻ, അതായത് ഫസ്മിനയുടെ ഈ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഈ ലല്ലൂബിയുടെ സീൻ ചോദിക്കാൻ വേണ്ടി ഞാൻ റാൻഡമായിട്ട് അവനെ വിളിച്ചതാണ്. അളിയാടാ നിനക്ക് ഇതിനെക്കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞു ഓക്കെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. ആൻഡ് ഇതിന് മുമ്പ് ഫസ്മിനയുടെ വീഡിയോ ഇന്നലെ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഇന്ന് രാവിലെ ഈ വീഡിയോനകത്ത് ലല്ലൂബി കോഴിക്കോടുള്ളൊരു കുട്ടീനെയായിട്ട്
ഈ ഫസി പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഹോസ്പിറ്റലിൽ ഇറങ്ങിയതിന് ശേഷം ഇവൻ ഒരു പെൺകുട്ടിക്ക് ചാറ്റ് ചെയ്തു കാണാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് ഒരു സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കുട്ടി രാവിലെ ഞാൻ വാഴ കാണുന്ന സമയത്ത് എനിക്ക് മെസ്സേജ് അയച്ചിട്ട്, സായി ബ്രോ ഐ ഹാവ് ടു ടെൽ യു സംതിങ്, ഇങ്ങനെ ഫസ്മിനയുടെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ ആ ലേഡി എന്നൊക്കെ പറഞ്ഞിട്ട് അവരെനിക്ക് മെസ്സേജ് അയച്ചു. അതിനകത്ത് അവർ ഫസ്മിനായിട്ട് ചാറ്റ് ചെയ്തൊരു ചാറ്റിൻ്റെ സ്ക്രീനിനകത്ത് ഫസ്മിന പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് അന്ന് സംസാരിച്ച സമയത്ത് പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെങ്കിലും ആ കുട്ടി പറയുന്നുണ്ട്. അതെ, നീ ഐ റിമെമ്പർ ദാറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫസ്മിന് ഈ ഒരു സ്റ്റോറി പറഞ്ഞ സമയത്ത് ഈ കുട്ടിയെ ലല്ലൂബി കണ്ടത് ടിൻഡർന്നാന്നുള്ളൊരു വേർഷനിലൊക്കെ ഈ സാധനം ഡൈവേർട്ട് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഈ ഒരു കഥയ്ക്ക് എരിവും പുളിയും കിട്ടാനാണ്. അതങ്ങനെയൊന്നുമല്ല, അവർ ഇൻസ്റ്റാഗ്രാം വഴിയാണ് കണ്ടതും സംസാരിച്ചത്. അവിടെ ഈ ലല്ലു എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ തമ്മിൽ ബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെ അങ്ങനെ ആ രീതിയിൽ കൺവിൻസ് ചെയ്തപ്പോഴാണ് ആ കുട്ടി സംസാരിച്ചത്. പിന്നെ ആ കുട്ടിയുടെ ഡീപ്പിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ആവശ്യമുണ്ട സംഗതിയല്ല. അപ്പോൾ അത് ഫസ്മിനെ ആ ഒരു സൈഡ് കാണിച്ചതിൽ അവർ കുറച്ച് ദേഷ്യത്തിലും ആയിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഈ ലല്ലും ഫസ്മിനിയും മാത്രമല്ല ഹോസ്പിറ്റലിലേക്ക് പോയതെന്ന് എനിക്ക് മനസ്സിലായി. കുറച്ച് സംസാരങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായി അതിലൊരു വ്യക്തി കൂടി ഉണ്ടായിരുന്നു ഇവരുടെ കൂട്ടത്തിൽ. ഒരു വ്യക്തി ഇവരുടെ കൂട്ടത്തിൽ, വേറൊരാൾ ഇവരുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഈ ന്യൂ ഇയർ പാർട്ടി വയനാട് പരിപാടിക്ക് കഴിഞ്ഞിട്ട് ഒരാളും കൂടിയും കൂട്ടത്തിലുണ്ടായിരുന്നു എന്നുള്ളൊരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടി. പക്ഷെ അത് ആരാന്നുള്ളത് എനിക്കൊരു പിടുത്തമില്ല. ഞാൻ ഈ കോമൺ ഫ്രണ്ടിനെ വിളിച്ചു, എൻ്റെയും ഫസ്മിനേൻ്റെയും ഒക്കെ കോമൺ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ നിനക്ക് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് അറിയുമോ, ഈ പ്രഗ്നൻസി സാധനം നിനക്ക് അറിയുമായിരുന്നു? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കറിയാം. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെ അറിയാം? ഞാനന്ന് ഹോസ്പിറ്റലിൽ വരുമ്പം പോയിട്ടുണ്ടായിരുന്നു. ന്യൂ ഇയർ ആഘോഷിക്കാൻ പോയ കൂട്ടത്തിൽ ആ ഗ്രൂപ്പിൽ ഇവനും ഉണ്ടായിരുന്നു. ഫസ്മിന പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞ ടൈമിൽ, ഈ ഡൗട്ട് പറഞ്ഞ സമയത്ത് ഇവർ ടെസ്റ്റ് റൂമിൽ നിന്ന് ചെയ്തതിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് ന്യൂ ഇയർ ന്യൂ ഇയർ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവർ ജാനുവരി 1 or 2 ഹോസ്പിറ്റലിലേക്ക് പോയ ടൈമിൽ ഈ വ്യക്തി കൂടെ ഉണ്ടായിരുന്നു. ഞാൻ കറക്റ്റ് ആളെ വിളിച്ചത്. ഞാനിവനോട് ചോദിച്ചു, അപ്പോൾ നിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ, അന്ന് പോയപ്പോൾ എന്തെങ്കിലും ഒരു പ്രൂഫ്, അല്ലെങ്കിൽ നിനക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അവൻ എനിക്ക് പേഴ്സണലി കുറേ കഴിഞ്ഞിട്ടാണ്, ഞാൻ അവനോട് വിളിച്ച് ചോദിച്ച് കുറേ കഴിഞ്ഞിട്ടാണ് അവൻ എനിക്ക് ഇങ്ങനൊരു ഐറ്റം അയച്ചു തന്നത്. ഇതിൽ ഞാൻ വേറെ ഒന്നും വെക്കുന്നില്ല, ഞാൻ ഇതിൻ്റെ വേറെ ബോട്ട്സ് ഒന്നും വെക്കുന്നില്ല. ഞാൻ അതിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ അവിടെ ബ്ലർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പേര്, ഡീറ്റെയിൽസ്, ഡേറ്റ് അവിടെ കിടന്നോട്ടെ. ബാക്കി കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ അവിടെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് ഹോസ്പിറ്റലിൻ്റെ ഡോക്ടേഴ്സിൻ്റെയൊക്കെ പേരൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലാതെ ഫസ്മിനയുടെ പേരും ആ ഡേറ്റും പിന്നെ അടിയിലുള്ള ബാക്കി കാര്യങ്ങളും ഞാനവിടെ വെക്കുന്നുണ്ട്. സ്കാൻ റിപ്പോർട്ടിൻ്റെ ഫോട്ടോ ഇവൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നോടാണ് സ്കാൻ റിപ്പോർട്ടിൻ്റെ ഫോട്ടോ. അപ്പോൾ പറഞ്ഞു, ഇവൻ അന്നിങ്ങനെ എല്ലാം എടുത്ത് വെക്കാൻ പറഞ്ഞ സമയത്ത് ഞാൻ എടുത്ത് വെച്ചതായിരുന്നു. പിന്നെ അത് മൈൻഡ് ചെയ്തില്ല. ഇപ്പം നീ വിളിച്ച് ചോദിച്ചുകൊണ്ട് ഫസ്മിന് എന്നോട് ഇതേപോലെ ഒരു വട്ടം നിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കിതിൽ ഇടപെടാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും എനിക്ക് ഇങ്ങനത്തെ വിഷയങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ ഒരിത് പോകുന്നുള്ളത് കൊണ്ടും ഞാൻ മൈൻഡ് ചെയ്യാതെ വിട്ടതാണ്. സായി ആയതുകൊണ്ട് ഞാൻ ഈ സാധനങ്ങൾ ബാക്കപ്പിലൊന്ന് നോക്കട്ടെ, ആ ടൈം ലൈനിലൊന്ന് പോയി എടുത്ത് ഞാൻ എൻ്റെ ബാക്കപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടോ ഇല്ലേ എന്ന് എന്തെങ്കിലും ഒരു സാധനം, അന്നെടുത്ത ഫോട്ടോ വീഡിയോ എന്തെങ്കിലും സാധനം ഉണ്ടോ നോക്കിയപ്പോഴാണ് അവൻ ഇങ്ങനൊരു ഐറ്റം അവൻ്റെ ഫോണിൽ കിട്ടിയത്. ആ സാധനം അവൻ എനിക്ക് പേഴ്സണലി അയച്ചു തന്നു. ഇത് ഫസ്മിനയ്ക്ക് അവൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് അയച്ചു തന്നു. പിന്നെ അവനത് ഫസ്മിനയ്ക്ക് ഫോർവേഡ് ചെയ്തു. ഇത് കണ്ടപ്പോൾ ഇതിനകത്ത് GS 0.72 സെൻറ്റിമീറ്റർ, ഇതിനകത്ത് 5 weeks ഗസ്റ്റേഷണൽ ഏജ് 5 weeks ആണ് ഇവിടെ. 0.72 cm 5 weeks എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവർ ഈ പറയുന്ന, ഇപ്പോൾ ഫസ്മിനെ വീഡിയോയിൽ പറഞ്ഞിരുന്ന ഈ പറഞ്ഞ 3 week എന്നുള്ളത് ഫസ്മിനയ്ക്ക് അതെങ്ങനെ തെറ്റിപ്പോയി? ഞാൻ അതാ ചോദിച്ചത്. അപ്പോൾ ഫസ്മിനെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഹറിബറീൻ്റെ മുകളിലോ സ്വന്തം കാര്യം സംസാരിച്ച സമയത്ത് ഈ ലല്ലൂബീൻ്റെ കാര്യത്തിൽ നടത്തിയ അത്ര പോലും ശ്രദ്ധ കൊടുക്കാതെയാണ് ഫസ്മിനെ വീഡിയോ ഇട്ടിരുന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. എന്തായാലും ഈ ഡാറ്റ ഫേക്ക് ആക്കാൻ പറ്റില്ല. ഹോസ്പിറ്റൽ ഡാറ്റയാണ്, ഇത് ഫേക്ക് ചെയ്യാൻ പറ്റില്ല.
ഇനി ഞാൻ ഫസ്മിനോട് പറഞ്ഞിട്ടുണ്ട് ഈ സാധനം കിട്ടിയ സ്ഥിതിക്ക് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ പോയിട്ട് ബാക്കി ഡീറ്റെയിൽസ് എടുക്കണം. കാരണം ഒരു ഹോസ്പിറ്റലിൻ്റെ അകത്ത് നിന്ന് ഇപ്പോൾ ഫസ്മിനിട്ട വീഡിയോനകത്ത് ഒരു ഓഡിയോ കിടക്കുന്നുണ്ട് ഹോസ്പിറ്റലുകാരുടെ ഭാഗത്തു നിന്ന്, ഇത് തരാൻ പറ്റില്ല, നാളെ ഹസ്ബൻഡ് വന്ന് കേസ് കൊടുത്താൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു. അങ്ങനെയൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു അബോർഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ആ മദറിൻ്റെ കൺസെൻറ്റാണ് എല്ലാം. ഓക്കെ, അപ്പോൾ മദർ വന്നിട്ട് അവിടുന്ന് സ്കാൻ റിപ്പോർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ സ്കാൻ റിപ്പോർട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്, അത് കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനൊരു ഐറ്റം ഈ മൂന്നാമതൊരാൾ ഇതിനകത്ത് ഇവരാരും കൺസിഡർ ചെയ്യാത്ത, ഇവരാരും ഇപ്പോൾ ലല്ലു ആണെങ്കിലും ഇത് എന്ത് ചെയ്യില്ല, തട്ടിക്കളയില്ല. ഈ മൂന്നാമതൊരാൾ ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് ലല്ലുവിന് ഒഴിവാക്കാൻ പറ്റില്ല. ഈ ആൾ ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് ലല്ലുവും സമ്മതിച്ചിട്ടുണ്ട് അനന്തുവിൻ്റെ അടുത്ത് ലല്ലു ഇത് മൂന്നാമതൊരാളുണ്ടായിരുന്നു എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ഈ സാധനം കിട്ടി. ഞാൻ ഈ സാധനം ഫസ്മിനയ്ക്ക് അയച്ചു കൊടുക്കുന്നു. ഫസ്മിനോട് ഞാൻ ചോദിക്കുന്നു, ഫസ്മിന ഇങ്ങനെ ഒരു സംഗതി നീ എന്തുകൊണ്ട് മിസ് ചെയ്തു? ഫസ്മിന പറയുന്നു, ഞാൻ സത്യത്തിൽ എനിക്ക് 3 ആഴ്ച എന്നാണ് എൻ്റെ മൈൻഡ് മൊത്തം. 5 ആഴ്ച എന്നുള്ളത് ഇപ്പോഴാണ് എൻ്റെ ബോധം വരുന്നത്. അപ്പോൾ ഞാൻ ഫസ്മിനോട് പിന്നെ കാര്യങ്ങൾ ചോദിച്ചു, എന്ത് മെത്തേഡിലാണ് ഇത് അബോർട്ട് ചെയ്തത്? അപ്പോൾ പറഞ്ഞു 2 പിൽസ് കൊടുത്തു. ഓക്കെ, 2 പില്ലാണ് കഴിച്ചത്. ആ പില്ല് കഴിച്ച് ആദ്യം അത് പോവാത്തത് കൊണ്ട് രണ്ടാമത് കുറച്ചും കൂടി ഹൈ ഡോസുള്ളൊരു പില്ല് കഴിച്ചു. അങ്ങനെ ഹൈ ഡോസുള്ളൊരു പില്ല് കഴിച്ചപ്പോഴാണ് പിന്നെ അത് പോയത്. ഓക്കെ, ഇതേ കാര്യം അനന്തുവിൻ്റെ അടുത്ത് ലല്ലുബി പറഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യം അവളൊരു പില്ല് കഴിച്ചു, അതിൽ മുഴുവനായി പോയില്ല, രണ്ടാമത് ഒരു പില്ല് കഴിച്ചു, അതിലാണ് പോയെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ലല്ലൂബിക്ക് അറിയുന്ന കേസുകൾ തന്നെയാണ്. അതും അവന് ഡിനൈ ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റമല്ല. കാരണം അവർക്ക് DNC ചെയ്യാൻ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞപ്പോൾ അവരത് ചെയ്യാതെയാണ് രണ്ടാമത് ഹൈ ഡോസുള്ള പില്ലെടുത്ത് കഴിച്ചത്. ഹോസ്പിറ്റലിൽ നിന്ന് അത് കൊടുത്തു, അവർ കഴിച്ചു. അങ്ങനെ ഈ സീൻ എന്തായി, അബോട്ടായി പോയി. അപ്പോൾ ഈ എൻറ്റയർ വീഡിയോ ഫസ്മിനേൻ്റെ വീഡിയോയിൽ പറ്റിയ ഒരു മേജർ സീന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇത് 3 ആഴ്ച ഇവർ ഈ പറഞ്ഞ ഇവരുടെ ബന്ധം തുടങ്ങിയൊരു സമയം മുതൽ ഇവൾ ഗർഭിണിയായിട്ട് ഇത് സ്കാൻ ചെയ്ത് ഇത് അബോർട്ട് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഈ പ്രഗ്നൻസിക്ക് 3 ആഴ്ച മാത്രമേ പ്രായമുണ്ടായിരുന്നു എന്നുള്ളത് ഫസ്മിനയുടെ ഭാഗത്തുനിന്ന് പറ്റിയ വലിയ തെറ്റാണ്. അത് കുറച്ചും കൂടി സ്വന്തം കാര്യം പറയുമ്പോൾ കുറച്ചും കൂടി അത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കുറച്ചും കൂടി അത് കറക്റ്റ് പറയണം. അവിടെ നമുക്ക് തെറ്റ് പറ്റാൻ പാടില്ല. ഇപ്പം ഞാൻ പറയുമ്പോൾ ഫസ്മിന എയറിലാണ്, കംപ്ലീറ്റ് എയറിലാണ്. എല്ലാവരും ദിവ്യഗർഭാടെ 3ാമത്തെ മാസം അത് എങ്ങനെ അബോർട്ട് ചെയ്തു, പ്രൊസീജിയർ എന്താ. അപ്പം ഈവൻ അനന്തു ആണെങ്കിൽ പോലും പല കാര്യങ്ങളും ഇതിനിടയിൽ ഈ പറഞ്ഞ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ അങ്ങനത്തെ വേരിയേഷൻസ് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സാധനം ഞാൻ അനന്തുവിനും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനന്തു അത് കണ്ടപ്പോൾ അനന്തുവിനും ഓക്കെ 5 വീക്സ് യാ ഫൈൻ, ഇപ്പോൾ ഓക്കെയാണ് 5 വീക്സ്. പക്ഷെ ഇപ്പോഴും ഇതിലൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്. കാരണം ലല്ലൂബിക്ക് ഇനിയും ഡിനൈ ചെയ്യുക അത് അവൻ്റെ കുട്ടിയല്ല എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ഫസ്മിനെ പറയുന്നുണ്ട് ഒരു റിലേഷൻ കഴിഞ്ഞ ഇപ്പോൾ ഇവൻ്റെ റിലേഷനിൽ ലല്ലൂബിൻ്റെ റിലേഷനിൽ വരുന്നതിൻ്റെ ഒരു 5 മാസം മുന്നേ വരെ വേറെ റിലേഷനൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതൊന്നും പ്രൂവ് ചെയ്യാൻ പറ്റിയ ഒരു സംഗതിയല്ല. ഇവൻ വന്നിപ്പോൾ പറയുകയാണ് എൻ്റെ കുട്ടിയല്ല, അന്നുണ്ടായിരുന്ന എൻ്റെ ഗർഭമല്ല അലസിപ്പിച്ചതെന്ന് പറഞ്ഞാൽ അതെങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഫസ്മിനയുടെ ഭാഗത്തുനിന്ന് ഗർഭിണിയായിരുന്നു, അത് അബോർട്ട് ചെയ്തു എന്നുള്ളത് പ്രൂവ് ചെയ്യാം. ഓക്കെ, അതിൽ വന്ന ഈ വീക്സിൻ്റെ കണക്കിൻ്റെ കാര്യത്തിൽ കുറച്ച് പെശകുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഇറ്റ്സ് ക്വൈറ്റ് എവിഡൻറ്റ് ദാറ്റ് ഷീ ഈസ് പ്രഗ്നൻറ്റ് ആൻഡ് ഷീ അബോർട്ടഡ് ഇറ്റ്. ആ അബോർഷന് ഇവനും ഒപ്പം പോയി ഒപ്പിട്ട് കൊടുത്ത് നിന്നിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ടൈം ദിസ് ഗൈ ഈസ് വെരി മച്ച് ലൈക്ക് എന്താ പറയുക, ഓക്കെ ആയിരുന്നു, ഇവൻ്റെ ഗർഭം എന്നുള്ള രീതിക്ക് തന്നെ ഇവൻ നിന്നത്. പിന്നെ ഇപ്പോൾ ഇൻ്റർവ്യൂവിലൊക്കെ പറയുന്നുണ്ട് ഇവന് അന്ന് ബുദ്ധി ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഇവന് ബുദ്ധി വെച്ചാൽ അത് എൻ്റെ ഗർഭമാണോ എന്ന് എനിക്ക് സംശയം ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ അവന് ഭയങ്കര ഈസിയാണ് വന്നിരുന്നത് പറയാൻ. കാരണം എന്താ, DNA ടെസ്റ്റ് അടക്കമുള്ള ഒരു പരിപാടി ഇനി ആ സംഗതി ഇല്ല, അത് പോയി. ഇനി എവിടെ നിന്ന് എടുത്ത് ചെയ്യും? അപ്പോൾ ഇവൻ കുരുട്ട് ബുദ്ധി, ഇവൻ്റെ ബുദ്ധി എക്സ്ട്രാ ബുദ്ധി അവിടെ നടക്കുന്നത്. ഇവൻ കാണുന്ന പോലെയുള്ള സിമ്പിളല്ല ഇവൻ. ഫസ്മിനി ഒട്ടും കുറവൊന്നുമില്ല, പക്ഷേ ഇവൻ കുറച്ച് എക്സ്ട്രാ എന്താണ് കുരുട്ടാണ്. മനസ്സിലായോ? അപ്പോൾ ഈ പ്രഗ്നൻസി വിഷയത്തിൽ ഞാനൊരു കൺക്ലൂഷനിലെത്തുന്നത് ഏറെക്കുറെ ഇവർ ഈ പറഞ്ഞ ഇവരുടെ ഈ ഒരു ബന്ധം, അത് തുടർന്നൊരു രീതി, അത് തുടങ്ങിയൊരു രീതി, ഇവൻ വീട്ടിൽ ഈ കല്യാണത്തിന്
പ്രഷറൈസ് ചെയ്തൊരു രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ വാട്ട് ഐ ഫീൽ ലൈക്ക് എൻ്റെ കുട്ടി ആയിരിക്കാം. ഇപ്പോൾ വന്നിരുന്നിട്ട് ഇനിയിപ്പോൾ ഇത്രയും ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ഇതൊക്കെ തിരിഞ്ഞ സമയത്ത് ഇവൻ എന്ത് ചെയ്യാം, എൻ്റെ കുട്ടീനെയാണോ എന്നുള്ള സംശയമൊക്കെ ഇവന് ചോദിക്കാം. എൻ്റെ കുട്ടി അല്ല എന്ന് പറഞ്ഞിട്ട് ഡിനൈ ചെയ്തു പോകും. കാരണം തെളിയിക്കാൻ പറ്റുന്നൊരവസ്ഥയല്ല. ഫസ്മിനെ കൊണ്ട് ആകെ തെളിയിക്കാൻ പറ്റുന്നത് ഗർഭമുണ്ടായി അത് അലസിപ്പിച്ചു. അതായത് ഫസ്മിനയ്ക്ക് ഇപ്പോൾ ഇനി എന്തെടുത്തിട്ട് കൊണ്ടുവരും, ഇത് ഇവൻ്റെ കുട്ടിയാണെന്നുള്ളത് തെളിയിക്കാൻ വേണ്ടി ഫസ്മിനേൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഓക്കെ, ഒന്നുമില്ല, ഫസ്മിനേൻ്റെ കയ്യിൽ ഒന്നും കാണില്ല. ഫസ്മിനയ്ക്ക് ആകെ പറയാൻ പറ്റുന്നത് ഗർഭിണിയായി, ഇന്ന വീക്കിലത് കളഞ്ഞു, ഇന്ന ഹോസ്പിറ്റലിൽ നിന്ന് കളഞ്ഞു, ഇന്ന പ്രൊസീജിയർ വെച്ച് കളഞ്ഞു. അതിൽ തന്നെയുള്ള ഈ 3 ആഴ്ച എന്നുള്ളത് മാറ്റിയിട്ട് ഫസ്മിനെ ഞാൻ പറയുമ്പോൾ കയ്യിലുള്ള ഈ സാധനവും വെച്ചിട്ട് കൃത്യമായ ഡേറ്റും കാര്യങ്ങളും ഒന്നുകൂടി കാൽക്കുലേറ്റ് ചെയ്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതിലൊരു ക്ലാരിറ്റി കുറച്ചും കൂടി നാട്ടുകാർക്ക് കിട്ടും. ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായോ? അത് പീരിയഡ്സിൻ്റെ ടൈമും ബാക്കി സാധനങ്ങളൊക്കെ വെച്ച് നിങ്ങൾ ചെയ്യും. എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാനിപ്പോൾ ഇതിൽ ആരും നോക്കാതിരുന്ന, ആരും അറിയാതിരുന്ന ആ 3ാമത്തെ ഒരാളെ ഞാൻ തപ്പിപ്പോയോണ്ട് ഈ സാധനം കിട്ടി. അതിപ്പോൾ ഫസ്മിനയ്ക്കും കിട്ടി, നമുക്ക് കാണാനും പോയി. അതുകൊണ്ട് ആ ക്ലാരിറ്റി കിട്ടി 3 അല്ല 5 ആഴ്ച എന്നുള്ളത്. ഫൈൻ. അപ്പോൾ എന്താണെങ്കിലും ഞാൻ വീണ്ടും പറയുന്നു, ലല്ലുവിന് ഇപ്പോഴും നിഷേധിക്കാം ഇത് അവൻ്റെ ഗർഭമല്ല എന്നുള്ളത്. നിഷേധിക്കുക എന്തൊലയ്ക്കാന്ന് വേണമെങ്കിൽ ചെയ്തു. ഇനി അറിയാനുള്ളത് മറ്റേ ഡയറീൻ്റെ കാര്യമാണ്. അത് ഫസ്മിന് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ ഇനി ഡിസ്കസ് ചെയ്യാം. അപരാധ കുൽസിത സാധനമായതുകൊണ്ട് പറഞ്ഞു വരുമ്പോഴത്തേക്ക് എൻ്റെ വെള്ളവും പറ്റും, കേട്ടിരിക്കുന്ന ഇങ്ങൾക്കും എന്നുള്ള ഫീലിങ്ങും വരും. പക്ഷെ എന്ത് ചെയ്യാൻ, കാശ് കിട്ടുന്ന ഐറ്റമാണ് ഇത്. അത്യാവശ്യം വ്യൂവർഷിപ്പുള്ളൊരു വിഷയമായതുകൊണ്ട് അരി മേടിക്കണ്ടേ, ജീവിക്കണ്ടേ, പറഞ്ഞിട്ട് പോവുക തന്നെ. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ചൊക്കെ അവിടെ ഇവിടെ ക്ലാരിറ്റി ഉണ്ടാക്കി തരാൻ പറ്റിയാൽ അത് കൊള്ളാം എന്നുള്ളൊരു മൈൻഡുണ്ട്, അത്രയേ ഉള്ളൂ. ഫൈൻ. ഇനി ഈ ക്ലിനിക്കിൽ ചെന്ന് ബാക്കി ഡീറ്റെയിൽസ് എടുക്കേണ്ടതൊക്കെ ഫസ്മിനെയാണ്. അത് ഫസ്മിനെ എഫേർട്ട് ഇട്ട് തന്നെ എടുക്കണം. എഗെയിൻ ഞാൻ പറയുന്നു, ഇവന് ഈസി ആയിട്ട് ഇനിയും പറയാം ഇവൻ്റെ കുട്ടിയല്ല എന്നുള്ള കാര്യം. കാരണം ഇപ്പോൾ തെളിയിക്കാൻ ലിറ്ററലി ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യം ആയതുകൊണ്ട് അവൻ ഇനി അത് പറയും. പക്ഷേ ഫസ്മിനയ്ക്ക് അറ്റ്ലീസ്റ്റ് ഗർഭിണിയായിരുന്നു, ആ ടൈം ഫ്രെയിമും കാര്യങ്ങളും ഒന്നും കൂടി ഒന്ന് റീവർക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൃത്യമായിട്ട് എങ്ങനെ എന്താണെന്നുള്ളത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ നോക്കി. ഈ 3 വീക്സിൻ്റെ കൺഫ്യൂഷൻ ഒഴിവാക്കിയിട്ട് 5th വീക്കിലാണ് ഇത് ചെയ്തതെന്നുള്ളതും ആ ടൈമൊക്കെ ഒന്ന് കൃത്യമായിട്ടൊന്ന് സോർട്ട് ചെയ്ത ആളുകൾക്ക് പറഞ്ഞു കൊടുത്താൽ ആ സാധനം ക്രെഡിബിൾ ആണെന്നുള്ളത് ആളുകൾക്ക് മനസ്സിലായാൽ ഒരു പക്ഷേ നിങ്ങൾ പോയിരുന്ന ഇമോഷനും ഇപ്പം ഞാൻ പറഞ്ഞ പല സമയങ്ങളിലും ഞാനും ഫസ്മിനെ ഇപ്പോഴും ഡയറിയുടെ മുകളിൽ ഡൗട്ട്ഫുള്ളാണ്. ഓക്കെ, ഞാൻ ഡൗട്ടൊന്നും മാറിയിട്ടില്ല. ഗർഭത്തിൻ്റെ കേസിൽ മാത്രമാണ് ഇതൊന്നും നീങ്ങി കിട്ടി. ഡയറി തന്നെ അതുപോലെ ഇരിക്കുന്നുണ്ട്, ജവാനും ജോയിൻറ്റും അതുപോലെ ഇരിക്കുന്നുണ്ട്, ലഹരിയുടെ കാര്യം അതുപോലെ ഇരിക്കുന്നുണ്ട്, അതിനിടയിൽ ഐപ്പിളിൻ്റെ കാര്യം അതുപോലെ ഇരിക്കുന്നുണ്ട്, പിന്നെ മറ്റേ ചെക്കനായിട്ടുള്ള സംഗതി അതിൻ്റെ മുകളിൽ അതുപോലെ ഇരിക്കുന്നുണ്ട്. അതിനുള്ള ക്ലാരിറ്റി തരട്ടെ.